ഞാൻ ചോദിക്കട്ടെ, AP സമസ്ത 89 മുതൽ ഇവിടെ പ്രവർത്തിച്ചല്ലോ. ഇവരുടെ ഈ പ്രവർത്തനങ്ങളുണ്ടായ ഫലമെന്താ? ഒരുപാട് മശായിഖന്മാരെ എതിർക്കുന്ന ഒരു ടീമിനെ ഇവിടെ ഉണ്ടാക്കി എന്നതല്ലാതെ എന്താണ് അവരുടെ സമസ്ത കൊണ്ട് ഇവിടെ ഉണ്ടായത്? ആരെയും എതിർക്കാതെ പോയത്? അതേ സമയത്ത് ഇപ്പൊ എന്താ സംഭവിച്ചത് എന്നറിയോ നിങ്ങൾക്ക്? ത്വരീഖത്ത് എന്ന ഈ മഹത്തായ വാക്കിനെ പുച്ഛിക്കുന്നത് തെറ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ ത്വരീഖത്തിന്റെ പേരിൽ കള്ള ത്വരീഖത്തുകാര് വന്നിട്ട് ഈ സമൂഹത്തെ നശിപ്പിച്ചു. 90% ത്വരീഖത്തിന്റെ പേരിൽ നടക്കുന്നവരൊക്കെ മുഴുവനും തട്ടിപ്പിന്റെ മേലിലാണ്. ആരെയാണ് ഇവർ എതിർക്കാത്തത്? ഈ അടുത്ത കാലത്ത് വന്ന എല്ലാ മഹാരഥന്മാരെയും അവർ എതിർത്തിട്ടുണ്ട്. എതിർക്കലാണ് അവരുടെ പണി. എന്തിനാ എതിർത്തത് അതൊന്നും ഓൽക്കറിയില്ല. നമ്മുടെ മശായിഖന്മാരിൽപ്പെട്ട ഉന്നതാധികാരികളായ മശായിഖുമാരെ ഇവർ എത്രയോ മുമ്പ് എതിർത്തിട്ടുണ്ട്. അതൊക്കെ അസ്തമിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവസാനത്തെ ഒരു ഉപദേശം, ത്വരീഖത്തും ഹഖീഖത്തും ശരീഅത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പള്ള ശരീഅത്തിൽ ഒന്ന് കർശനായി ജീവിക്കുക, സ്വാലിഹീങ്ങളോടൊക്കെ നമുക്കൊന്ന് കൂടി പെരുമാറുക. അതാപ്പ നമുക്ക് നല്ല വഴി. ത്വരീഖത്തിന്റെ ശൈഖിനെ നോക്കി നിങ്ങൾ പോകുമ്പോഴേക്ക് കാലം കഴിഞ്ഞു പോകും. ഇമാം ശഅറാനി തങ്ങൾ പറഞ്ഞത് അവരുടെ കാലത്ത് തന്നെ വളരെ പ്രയാസമായിരുന്നു അങ്ങനെ ഒരാളെ കണ്ടെത്താൻ. അങ്ങനെ ഒരാൾ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല, കാര്യം ഇല്ല. ഞാൻ ലോകം നിലക്കണ്ടേ, പക്ഷെ കണ്ടെത്തൽ വളരെ പ്രയാസം. ഒരു മുരീദിന്റെ മനസ്സിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് നന്നാക്കി മാറ്റാൻ കഴിയും. ഇത് ഷെയ്ഖിന്റെ അടുത്ത് എന്നാ ഓൻ പഠിക്കേണ്ടത് തെറി പറയല. ഇതെങ്ങനെ ഷെയ്ഖാവുക? ഷെയ്ഖിനെ കുറ്റം പറഞ്ഞ എല്ലാരും ഭയങ്കര തെറി. ഇതാ ത്വരീഖത്ത്. അതിന് ത്വരീഖത്ത് എന്നല്ല പറയാ, അത് ഇബ്ലീസിന്റെ ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ടൊന്ന് പോവാണ്.